ഇന്നത്തെ വീഡിയോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനെ കുറിച്ച്. പ്ലസ് ടുവിൽ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് മേടിക്കാവുന്നൊരു ചാപ്റ്ററാണ് മെട്രിക്സ്. മെട്രിക്സിൻ്റെ ബേസാണ് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. അഡീഷൻ സബ്ട്രാക്ഷനൊക്കെ പെട്ടെന്ന് സാധാരണ നേരെ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് വ്യത്യാസമുള്ളതാണ് മൾട്ടിപ്ലിക്കേഷൻ. ഇന്ന് എങ്ങനെ പെട്ടെന്ന് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ച് പറയാം. ഇവിടെ രണ്ട് മെട്രിക്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ ഇതൊരു 2x2 മെട്രിക്സും ഇതൊരു 2x3 മെട്രിക്സും ആണ്. ഇവിടെ 2 റോസ് ഉണ്ട്, 2 കോളംസ് ഉണ്ട്. ഇവിടെ 2 റോസ് ഉണ്ട്, 3 കോളംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓർഡറൊക്കെ എങ്ങനെയാണെന്ന് ചെയ്തു വരും മനസ്സിലായിക്കോളും. ഏത് ഓർഡറിൽ ഉള്ളതാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുക, ഏതാണ് പറ്റാത്തത്, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ചെയ്ത് കഴിയുമ്പം അത് ചെയ്യാൻ പഠിച്ചാൽ എങ്ങനെയുള്ളതാണ് ചെയ്യാൻ പറ്റുക പറ്റാത്തതെന്ന് തന്നെ മനസ്സിലായിക്കോളും. അപ്പോൾ ഇവിടെ ചെയ്യുന്നു. ആദ്യം ഞാനിവിടെ ഈ ആദ്യത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ സെലക്ട് ചെയ്തു. ഈ ഫസ്റ്റ് റോയിൽ 2 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മെട്രിക്സിൽ 2 കോളം ഉണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം സെലക്ട് ചെയ്തു. ആദ്യത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ സെലക്ട് ചെയ്തു. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം സെലക്ട് ചെയ്തു. ഇനി ഇതിനെയാണ് നമ്മൾ ചെയ്യാൻ പോവുക. അതായത് നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് A11 എന്ന് കിട്ടാൻ വേണ്ടി ഇവിടെ ഞാൻ ആൻസറിനുള്ള മെട്രിക്സ് ഈക്വൽ ടു അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവിടെ 1 ഈ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ ഈ എലമെൻറ്റ്സിനെ ഇതിൻ്റെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ ഈ എലമെൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 1 ആൻസറിനെ അവിടെ 1 എന്ന് എഴുതി. പ്ലസ് ഈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരൊറ്റ എലമെൻ്റാണ് ഈ ഒരു സ്ഥാനത്ത് കിട്ടുക. ഇനി ആദ്യത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. -2 × 2 ഇത് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ എഴുതാം. -2 × 2 -4. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഒറ്റ എലമെൻറ്റേ കിട്ടിയിട്ടുള്ളൂ. ഇനി വേണ്ടത് നമുക്ക് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻ്റാണ് നമുക്ക് കിട്ടിയത്. ഇനി വേണ്ടത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻ്റ് കിട്ടണം. അപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ തന്നെ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നു. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ സെക്കൻഡ് കോളം സെലക്ട് ചെയ്യുന്നു. ആദ്യം ചെയ്തത് ഫസ്റ്റ് റോ ഒന്നാമത്തെ എലമെൻറ്റ്സിൻ്റെ ഫസ്റ്റ് റോ സെലക്ട് ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളമാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു എലമെൻ്റാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അത് കൂട്ടി കഴിയുമ്പോൾ ഒരു എലമെൻറ്റ് കിട്ടും. ഇനി ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ തന്നെ സെലക്ട് ചെയ്ത് വെച്ചു, അതിന് മാറ്റം വരുത്തിയിട്ടില്ല. സെക്കൻഡ് മെട്രിക്സിൻ്റെ സെക്കൻഡ് കോളം സെലക്ട് ചെയ്തു. ഇനി ഇപ്പോൾ ചെയ്ത പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 2 പ്ലസ് -2 × 3 -6. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് കിട്ടി. ഇനി ഈ ഫസ്റ്റ് റോ തന്നെ സെലക്ട് ചെയ്ത് സെക്കൻഡ് മെട്രിക്സിൻ്റെ തേർഡ് കോളത്തിലേക്ക് പോകുന്നു. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ 1 × 3 3 കിട്ടി. പ്ലസ് -2 × 1 -2 കിട്ടി. ഇനി ഈ ഫസ്റ്റ് റോ നമ്മൾ മാറ്റി വെച്ചു. ഇനി വേണ്ടത് നമ്മുടെ ആൻസറിലെ സെക്കൻഡ് റോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് റോ സെലക്ട് ചെയ്തു. ഫസ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് റോ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് റോയിൽ നമ്മൾ ഇവിടെ ഫസ്റ്റ് റോയിൽ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം സെലക്ട് ചെയ്യുന്നു. ഇവിടെ 2 3 ആണിത്, ഇത് 1 2. അപ്പോൾ 2 × 1 2 പ്ലസ് 3 × 2 6. ഇനി ഈ സെക്കൻഡ് റോ തന്നെ വെച്ചുകൊണ്ട് ഇതിലെ സെക്കൻഡ് കോളം 2 × 2 4 പ്ലസ് 3 × 3 9. ഇനി വീണ്ടും നമുക്ക് ഇവിടുത്തെ തേർഡ് എലമെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് റോ തന്നെ
സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് സെക്കൻഡ് മെട്രിക്സിലെ തേർഡ് കോളത്തിലേക്ക് പോകുന്നു. ഇവിടെ 2 × 3 6 പ്ലസ് 3 × 1 3. അപ്പോൾ ചെയ്യുന്നത് ആദ്യം ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോ സെലക്ട് ചെയ്ത് വെച്ചു. ഇനി ആ ഫസ്റ്റ് റോയെ നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട സെക്കൻഡ് മെട്രിക്സിൻ്റെ ഓരോ കോളവുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഓരോ കോളത്തിലെ എലമെൻറ്റ്സ് കിട്ടും. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം എലമെൻറ്റ്സ് നമുക്ക് കിട്ടി. ഇനി ചെയ്യുന്നത് ഫസ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് റോ സെലക്ട് ചെയ്ത് വെക്കുന്നു. ഇനി ആ സെക്കൻഡ് റോയെ നേരത്തെ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് എലമെൻറ്റിലെ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആൻസറിലെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്, അതായത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം അങ്ങനെ കിട്ടുന്നു. ഇനി നമുക്കിനി ആഡ് ചെയ്തെടുക്കാം. ഈക്വൽ ടു 1 + -4 -3, 2 + -6 -4, 3 + -2 1, 2 + 6 8, 4 + 9, 13, 6 + 3 9. അപ്പോൾ ഇവിടെ നമുക്ക് -3 -4 1 8 13 9 ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ ചെയ്ത് ശ്രദ്ധിക്കുക. ഒന്നുകൂടി പറയുന്നു. ഫസ്റ്റ് റോ സെലക്ട് ചെയ്ത് വെച്ചു. ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് A11 A12 A13 എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ സെക്കൻഡ് റോയിനെ സെലക്ട് ചെയ്യുന്നു. ആ സെക്കൻഡ് റോയിനെ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം അതുകൊണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് A21 A22 A23 അങ്ങനെ എലമെൻറ്റ്സ് കിട്ടുന്നു. പിന്നെ ആ കിട്ടുന്നതിനെ എല്ലാത്തിനോട് ആഡ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ നമുക്ക് ആൻസറായി. ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ നമുക്ക് ആദ്യം എ ബി ചെയ്ത് നോക്കാം. അപ്പോൾ ചെയ്യുന്ന വഴി ഒന്ന് പഠിക്കും. പിന്നെ നമുക്കിന്ന് ബി എ ചെയ്ത് നോക്കാം. അപ്പം എ ബിയും ബി എയും ഈക്വൽ ആയിരിക്കുമോ? സാധാരണ നമ്പേഴ്സിൽ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. എ ബി ഈക്വൽ ടു ബി എ ആയിരിക്കും. പക്ഷേ മെട്രിക്സിൽ എ ബി ഈക്വൽ ടു ബി എ അല്ല. നമുക്ക് ചെയ്ത് നോക്കാം. ആ കൂടെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് റോ സെലക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇവിടെ അടുത്ത മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളവും സെലക്ട് ചെയ്തു. ഇനി ഈക്വൽ ടു 1 × -1 -1. ഇനി 2 × E2 2 × 2 + 4. ഇനി അടുത്ത കോളത്തിലേക്ക് പോവാണ്. ഇത് സെലക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ 1 × 4 4 + 2 × 1 2. ഇനി വീണ്ടും അടുത്ത കോളത്തിലേക്ക് പോകുന്നു. 1 × -5 -5 + 2 × 0 0. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോ ആൻസറിലെ ഫസ്റ്റ് റോ എലമെൻറ്റ്സ് കിട്ടി. ഫസ്റ്റ് റോ, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം അത്രയും കിട്ടി. ഇനി നമ്മൾ സെക്കൻഡ് കോളം സെലക്ട് ചെയ്യുന്നു. സെക്കൻഡ് റോ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സെക്കൻഡ് റോയിൽ നമ്മൾ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 3 × -1 -3 -1 × 2 + -2. ഇനി അതിൻ്റെ സെക്കൻഡ് കോളം സെക്കൻഡ് റോ സെക്കൻഡ് കോളം 3 × 4 12 + -1 × 1 -1 അതും കിട്ടി. ഇനി ഇതിലെ തേർഡ് കോളം സെലക്ട് ചെയ്തു. 3 × -5 -15 + -1 × 0. അപ്പോൾ സെക്കൻഡ് റോയിൽ നമുക്ക് കിട്ടി. ഇനി ഫസ്റ്റ് മെട്രിക്സിൻ്റെ തേർഡ് റോ സെലക്ട് ചെയ്യുന്നു.
അപ്പോൾ തേർഡ് റോ ഫസ്റ്റ് കോളം 4 into -1 -4 plus 2 into 2 4. ഇനി ഈ റോ തന്നെ വെച്ചുകൊണ്ട് സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളം 4 into 4 16 plus 2 into 1 2. വീണ്ടും ഈ റോ തന്നെ വെച്ചുകൊണ്ട് സെക്കൻഡ് മെട്രിക്സിലെ തേർഡ് കോളം 4 into -5 -20 plus 2 into 0 0. ഇനി ഇതിനെ ആഡ് ചെയ്ത് നോക്കാം. -1 plus 4 3 4 plus 2 6 -5 plus 0 -5 -3 plus -2 -5 12 plus -1 11 -15 plus 0 -15 -4 plus 4 equal to 0 16 plus 2 18 -20 plus 0 -20. ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയ മെട്രിക്സ് ഇപ്പോൾ കുറച്ച് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ച ആ മെട്രിക്സിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി. അവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ സെക്കൻഡ് ആയിട്ട് വന്നു, അവിടുത്തെ സെക്കൻഡ് എലമെൻറ്റ് ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് ആയിട്ട് വന്നു. അതായത് നമ്മൾ ആദ്യം ചെയ്തത് എയും ബിയും എ ബി ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബി എ ചെയ്ത് നോക്കാം. എ ബിയും ബി എയും ഈക്വൽ ആയിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് റോ സെലക്ട് ചെയ്ത് വയ്ക്കുന്നു. ഇവിടെ ഫസ്റ്റ് റോ സെലക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് കോളവും സെലക്ട് ചെയ്തു. നമുക്ക് ആൻസർ എഴുതാം. ഈക്വൽ ടു -1 ഉണ്ട്, ഇവിടെ 1 -1 into 1 -1 4 into 3 plus 12 വീണ്ടും -5 into 4 -20. ഇപ്പോൾ നമുക്ക് ഒരു എലമെൻറ്റ് കിട്ടി. ഇനി വേണ്ടത് എന്താ? ഈ ഫസ്റ്റ് റോ തന്നെ വെച്ചുകൊണ്ട് ഈ സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളം ഫസ്റ്റ് റോ ആദ്യം ചെയ്ത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം A11 തന്നെ കിട്ടി. ഇനി ഇവിടെ ഈ ഫസ്റ്റ് റോ സെലക്ട് ചെയ്തുകൊണ്ട് സെക്കൻഡ് കോളം. അപ്പോൾ നമ്മുടെ ആൻസറിലെ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം A12 വേണം കിട്ടാൻ. അപ്പോൾ -1 into 2 -2 plus 4 into -1 -4 -5 into 2 plus -10. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എലമെൻറ്റ്സ് കിട്ടി. ഇനി നമ്മുടെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ സെക്കൻഡ് റോ സെലക്ട് ചെയ്തു. ഈ സെക്കൻഡ് റോയും ഇവിടുത്തെ ഫസ്റ്റ് കോളം. അപ്പോൾ നമുക്ക് ഇവിടെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എലമെൻറ്റ് കിട്ടണം. ചെയ്ത് നോക്കാം. 2 into 1 2 plus 1 into 3 3 plus 0 into 4 0. അപ്പോൾ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എലമെൻറ്റ് കിട്ടി. ഇനി സെക്കൻഡ് റോ സെക്കൻഡ് കോളം 2 into 2 4 plus 1 into -1 -1 plus 0 into 2 0. നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഈക്വൽ ടു -1 plus 20 -21 പിന്നെ 12 -21 നിന്നും 12 കുറയ്ക്കണം. ആൻസർ എന്തായാലും മൈനസ് ആയിരിക്കും. ഇവിടെ -9 കിട്ടി. ഇനി -10 -4 -2
2 + 4 6, 6 + 10 16. അപ്പോൾ ആൻസർ -16. ഇനി സെക്കൻഡ് റോ 2 + 3 + 0, 2 + 3 5. 4 + -1 3. ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇത് നേരത്തെ കിട്ടിയ ആൻസറിൻ്റെ അതേ ഓർഡർ പോലും അല്ല. നേരത്തെ നമുക്കൊരു 3/3 മെട്രിക്സ് ആയിരുന്നു കിട്ടിയെങ്കിൽ ഇവിടെ ഒരു 2/2 മെട്രിക്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. AB = BA അല്ല. ആ കാര്യം ഓർത്തിരിക്കുക. ചെയ്തു വരും പെട്ടെന്ന് AB കിട്ടിയാൽ ഇനി BA അത് തന്നെ ആയിരിക്കും എന്ന് ചെയ്തരുത്. സാധാരണ നമ്പേഴ്സ് പോലെ അല്ല മെട്രിക്സ്. AB = BA അല്ല. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ 3 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ചെയ്ത് നോക്കിയാൽ സ്വന്തമായിട്ട് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വളരെ സിമ്പിളാണ്. കാരണം മാത്രമല്ല മെട്രിക്സ് ആണ് ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് മേടിക്കാൻ പറ്റുന്ന +2 ചാപ്റ്റർ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം സാധാരണ മൾട്ടിപ്ലിക്കേഷൻ പോലെ അല്ല. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഫസ്റ്റ് റോ സെലക്ട് ചെയ്ത് വെക്കുക. ആ ഫസ്റ്റ് റോയിനെ അടുത്ത മെട്രിക്സിൻ്റെ കോളവുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം ഉണ്ട്, അതുമായിട്ടും അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. അതിനുശേഷം സെക്കൻഡ് റോ സെലക്ട് ചെയ്യുക. അതിനെയും ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം അങ്ങനെ ചെയ്ത് പോവുക. ഇനി തേർഡ് റോ ഉണ്ടെങ്കിൽ ആ തേർഡ് റോയിനെ സെലക്ട് ചെയ്യുക. അവിടെയും സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം അങ്ങനെ ചെയ്തു പോവുക. പിന്നെ അതിനെ എല്ലാത്തിനും കൂടെ ഇപ്പോൾ നമ്മൾ ഒരു സെക്ഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ആ ഒരൊറ്റ സെക്ഷനിൽ ചെയ്യുമ്പോൾ, അതായത് ഫസ്റ്റ് റോ ഇൻറ്റു ഇവിടുത്തെ ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരൊറ്റ എലമെൻറ്റ് മാത്രമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ 3 ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ആഡ് ചെയ്താലും നമ്മുടെ ആൻസറിലെ ഒരൊറ്റ എലമെൻറ്റ് മാത്രമാണ് നമുക്ക് കിട്ടുക. അത് ശ്രദ്ധിക്കുക. അങ്ങനെ പിന്നെ ഇതിനെ ഓരോന്ന് ഇൻറ്റു എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ +2ലാണ്, 7ാം ക്ലാസ്സിലല്ല. അപ്പോൾ ഇവിടെ ഈ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് പോവാം. അങ്ങനെ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇനി മെട്രിക്സിൽ ഇനി നമുക്ക് സിമെട്രിക് ഉണ്ട്, സ്ക്യൂ സിമെട്രിക് ഉണ്ട്, ട്രാൻസ്പോസ് ഉണ്ട്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, 100% ഉറപ്പുള്ള ക്വസ്റ്റ്യനാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഇൻവേഴ്സ് കാണാൻ വളരെ എളുപ്പമാണ്. ചെയ്യേണ്ട രീതിയുണ്ട്. അത് ചെയ്യുന്നൊരു ഓർഡറിൽ ചെയ്തു പോയാൽ വളരെ എളുപ്പത്തിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. വെറുതെ ഒന്നും ചെയ്യാതെ 1 ആക്കോ 0 ആക്കോ എന്ന് ചെയ്തു പോയി കഴിഞ്ഞാൽ വിഷമമായിരിക്കും. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഇൻവേഴ്സ് കാണുമെന്ന് പറയാം. ഇൻവേഴ്സ് ശ്രദ്ധിക്കുക. 100% ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരിക്കലും പഠിക്കാതെ പോകരുത്. അപ്പോൾ ഇനി സിമെട്രിക്ക്, സ്ക്യൂസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.